ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ പുറപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ലേ. എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ എന്തോ ഒരു നിസ്സഹായ അവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പറഞ്ഞത്? രമേശ് ചെന്നിത്തലക്ക്, ബഹുമാനായ രമേശ് ചെന്നിത്തലക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല. തന്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത്. ചാകാത്ത നാളല്ല ഞാനും പറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ല മഹാഭാരതത്തിൽ. അത് പറഞ്ഞത് ആരോടായിരുന്നു? അർജുനനോടും കൃഷ്ണനോടുമായിരുന്നു. ആ പറഞ്ഞത് അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ. അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപിഷ്ഠനായി. ഫലം അർജുനന് തടുക്കാനായില്ല, കൃഷ്ണനും തടുക്കാനായില്ല. രണ്ടുപേരും ഭയങ്കരമായി മുറിവേറ്റു. അപ്പോൾ കൃഷ്ണന്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ്. കൃഷ്ണൻ സുദർശന ചക്രം എടുത്തു. കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞാണെന്ന് ഒരു നാളെ പറഞ്ഞേക്കട്ടെ. സുദർശന ചക്രം എടുത്തു. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അയ്യോ ചെയ്തേക്കരുത്, കാരണം വാക്കുണ്ടല്ലോ, ഇതെടുക്കില്ല എന്നുള്ളത്. അങ്ങനെ 2 തവണ സംഭവിക്കുന്നു. അപ്പോൾ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് കാണുന്നു. തന്ത്രശാലിയായ കൃഷ്ണൻ ധർമ്മപുത്രരെ അയക്കുന്നു ഭീഷ്മരുടെ അടുത്തേക്ക്. അല്ല, അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട്, അവരുടെ തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട്, അതൊക്കെയാണ്. അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക്. ധർമ്മപുത്രർക്ക് ജയം വേണം, ഭീഷ്മ പിതാമഹനല്ലേ, പിതാമഹനോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. എന്ത് സമ്മതിക്കുന്നു? വീണ് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു. മറ്റ് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവമാനിച്ചത് മോശമായിപ്പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്.